ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചായക്ക് പെട്ടെന്ന് വേറെ കടികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കറുമുറാന്ന് തിന്നാൻ പറ്റണ ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയും റവയും വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിന് ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല, ചെറിയൊരു മധുരം ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 3/4 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഏകദേശം 1 ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി കട്ടിയായി പോയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഒരു തവിയിൽ മാവ് എടുത്തതിന് ശേഷം ഇതേപോലെ വട്ടനെ മെല്ലെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കണം, കൂടിപ്പോരുത്. അപ്പോൾ ആ ഭാഗം നമുക്ക് മുരിഞ്ഞ് കിട്ടാൻ സമയം എടുക്കും. അപ്പോൾ കനം കുറച്ച് ഇതേപോലെ നമുക്ക് വട്ടനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, പക്ഷേ ഉള്ളിൽ മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്ക് മീഡിയം ടു ലോയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു ഭാഗം ആയിന്ന് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പപ്പട കമ്പി വെച്ച് തിരിച്ചിട്ട് കൊടുക്കുമായിരിക്കും ഒന്നും കൂടിയും സൗകര്യം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് നന്നായി മുരിയിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ കനം കുറഞ്ഞ ഭാഗം പെട്ടെന്ന് ആയി കിട്ടും. കനമുള്ള ഭാഗം ആവത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് പറയണത് തീ കുറച്ച് വെച്ചിട്ട് ആക്കണം, പിന്നെ ഒഴിക്കണ നേരത്ത് കനം കുറച്ചിട്ടും ഒഴിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ ആയാലും ഈ ഒരു കളറിലായാലും നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം അത്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ മാവും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല കറുമുറാന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.